ശരി, പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. അതിവേഗമാണ് പി വി അൻവറുടെ പ്രതികരണം. വിക്കറ്റ് നമ്പർ 1 ഒരു പുഴുക്കുത്ത് പുറത്തേക്ക് എന്നാണ് പി വി അൻവർ ആ ചിത്രം ഇട്ടിരിക്കുന്നത്. വിക്കറ്റ് നമ്പർ 1 ഒരു പുഴുക്കുത്ത് പുറത്തേക്ക്, പി വി അൻവറിന്റെ പോസ്റ്റ്. പറയൂ ഉമേഷ്. പി വി അൻവറിനാണ് പൂർണ്ണ ക്രെഡിറ്റും. പി വി അൻവർ ഒരു ഘട്ടത്തിൽ പോലും പിന്നോക്കം പോയില്ല. തൻ്റെ ആരോപണങ്ങളിൽ ഉറച്ചു നിന്നു. ആ ഉറച്ചു നിന്ന് വിളിച്ചു പറയേണ്ട സ്ഥലങ്ങളിലെല്ലാം വിളിച്ചു പറഞ്ഞു. ഇന്നലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇതോടുകൂടി ചേർത്ത് വായിക്കണം. താൻ ആരോപണം ഉന്നയിച്ച ശേഷം തൻ്റെ മൊബൈലും തൻ്റെ ഡ്രൈവറുടെ മൊബൈലും അടക്കം ഓഫ് ചെയ്തു വെച്ചു. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം വിളികൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തു വെച്ചത്. തനിക്ക് പറയാനുള്ളതെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയും. തനിക്കറിയാവുന്ന തെളിവുകളെല്ലാം നൽകും. അതെല്ലാം നൽകിയ ശേഷം മാത്രമേ മുഖ്യമന്ത്രിയെ കാണൂ എന്നുള്ളൊരു തീരുമാനം ആദ്യം തന്നെ പി വി അൻവർ എടുത്തിരുന്നു. എന്തായാലും ആ പി വി അൻവർ എടുത്ത നിലപാട്, ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പോരാട്ടം ഒടുവിൽ അതിലൊരു ആദ്യഘട്ട വിജയം. ഇന്നലെ അദ്ദേഹം സംസാരിച്ച മറ്റൊരു കാര്യം, ഈ തുടർ നടപടികൾ സർക്കാരിന് പഠിക്കാൻ സമയം കൊടുക്കൂ, പഠിച്ചു കഴിഞ്ഞാൽ എന്ത് നടപടി എടുക്കുമെന്ന് കാണാം, അതുണ്ടായില്ല എങ്കിൽ പി വി അൻവർ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരും എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഇന്നലെ എം വി ഗോവിന്ദനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് പി വി അൻവറിന് ലഭിച്ചോ എന്ന് തന്നെയായിരിക്കണം അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയിൽ നിന്നും തനിക്ക് ഒരു ഉറപ്പും ലഭിച്ചില്ല എന്ന് കൂടി ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോഴാണിപ്പോൾ ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നത്. വിക്കറ്റ് നമ്പർ 1 ഒരു പുഴുക്കുത്ത് പുറത്തേക്ക് എന്നാണ് പി വി അൻവറിന്റെ പോസ്റ്റ്. അഷ്കർ അലി കരിമ്പകൂടി മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നു. SP സുജിത് ദാസിന് സസ്പെൻഷൻ. അപ്പോൾ 1ാം വിക്കറ്റ് എന്ന പി വി അൻവർ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഇതിൽ ഇപ്പോൾ എന്ത് വിഷയത്തിലാണ്, ഏത് ആരോപണത്തിലാണ് ഇപ്പോൾ സുജിത് ദാസിനെതിരെ നടപടി എന്നറിയില്ല. ഒരുപാട് ആരോപണങ്ങൾ, ഒരുപാട് വെളിപ്പെടുത്തലുകൾ അൻവറിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. അവിടെ സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കലിൽ പങ്കാളിയാണ്. നേരത്തെ കസ്റ്റംസിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് സ്വർണം തട്ടിയെടുക്കുന്നു എന്നുള്ള ആരോപണം ഒരു വശത്ത്. അവിടെ താനൂർ കസ്റ്റഡി കൊലയിൽ 1ാം പ്രതിയാണ് ധാർമ്മികമായി എന്നൊരു പ്രതികരണം കൂടി അൻവർ സുജിത് ദാസിന് എതിരെ ഉയർത്തിയിട്ടുണ്ട്. വേറെയും നിരവധി ആരോപണങ്ങൾ വരുന്നതിനിടയ്ക്കാണിപ്പോൾ SP തെറിച്ചിരിക്കുന്നത്. അവിടെ മരംമുറിയുമായി ബന്ധപ്പെട്ട, ക്യാമ്പ് ഓഫീസിലെ മരംമുറിയുമായി ബന്ധപ്പെട്ട സുജിത് ദാസിനെതിരെ നേരത്തെ തന്നെ അജിത ബീഗം റിപ്പോർട്ട് നൽകിയിട്ടും അതിന്മേൽ നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആദ്യം സ്ഥലം മാറ്റം, അതായത് പത്തനംതിട്ട SP സ്ഥാനത്തു നിന്നും മാറ്റുന്നു. ഇപ്പോൾ ഇതാ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്തിലായിരിക്കാം നടപടി? അഷ്കർ, എന്താണ് തോന്നുന്നത്? ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങൾ ഇതിനകം SP-ക്കെതിരെ ഉയർന്നിട്ടുണ്ട്. സ്മൃതി, എടുത്തു പറയാൻ കഴിയാത്ത വിധത്തിൽ അത്രയേറെ ഗുരുതര ആരോപണങ്ങൾ നേരിട്ട ഒരാളാണ് മലപ്പുറം മുൻ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന, പത്തനംതിട്ടയുടെ മുൻ SP ആയിരുന്ന സുജിത് ദാസ്. അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിലാണ് നടപടി എന്ന് വ്യക്തമാക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഈ നടപടിക്ക് സുജിത് ദാസ് അർഹനാണ് എന്ന കാര്യത്തിൽ പൊതുജനത്തിനും പാർട്ടിക്ക് പോലും, ഇല്ലെങ്കിൽ പി വി അൻവറിന് പോലും സംശയം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രസക്തം. കാരണം താനൂർ കസ്റ്റഡി കൊലപാതക കേസിൽ തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലുണ്ടായിരുന്ന ഡാൻസ് ഉദ്യോഗസ്ഥരാണ് 4 പേർ കൊലക്കേസിൽ പ്രതികളായിക്കൊണ്ട് ജയിലിൽ കഴിയുകയും പിന്നീട് ജാമ്യം നേടുകയും ചെയ്തത്. അത്തരത്തിൽ ആ 4 പേരുമായി കൃത്യമായി ബന്ധമുണ്ടായിട്ട് പോലും ആ താനൂർ കസ്റ്റഡി കൊലപാതകം അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ജില്ലാ പോലീസ് മേധാവിയായിട്ട് പോലും ഒരു ചെറുവിരൽ അനക്കാതെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിനെ ഈ കാലം അത്രയും സംസ്ഥാന സർക്കാർ സംരക്ഷിച്ചു വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കുറ്റകൃത്യം. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ പി വി അൻവറിന്റെ ഇടപെടലിലൂടെ, ഇല്ലെങ്കിൽ ഭരണപക്ഷ MLA കൂടിയായിട്ടുള്ള പി വി അൻവറിന്റെ ഇടപെടലിലൂടെ സുജിത് ദാസിന് ഒരു നിയമ നടപടി നേരിട്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും നിർണായകമായത് റിപ്പോർട്ടർ TVയുടെ ഇടപെടൽ കൂടിയാണ്. കാരണം സുജിത് ദാസിന്റെയും അതുപോലെ തന്നെ പി വി അൻവർ MLA തമ്മിലുള്ള ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തുവിട്ടത് റിപ്പോർട്ടർ TV ആയിരുന്നു. താനൂർ കസ്റ്റഡി കൊലപാതക കേസിൽ സുജിത് ദാസുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ FIR അട്ടിമറിച്ചിട്ട് പോലും അതിന് കൂട്ടുനിന്ന ജില്ലാ പോലീസ് മേധാവി, ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരുടെ ക്രമക്കേടുകൾക്കും അതുപോലെ ഒരാളെ തല്ലിക്കൊല്ലാൻ കൂട്ടുനിന്ന ജില്ലാ പോലീസ് മേധാവി എന്നതടക്കം നിരവധി തെളിവുകൾ റിപ്പോർട്ടർ TVയാണ് ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിനെതിരെ പുറത്തുവിട്ടത്. പക്ഷെ അതിലൊക്കെ തന്നെ സംരക്ഷിക്കപ്പെട്ടു പോകുന്ന സുജിത് ദാസാണ് ഒടുവിൽ പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് മുമ്പിൽ, തെളിവുകൾക്ക് മുമ്പിൽ ഇപ്പോൾ നിയമ നടപടിക്ക് വിധേയമായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്യാമ്പ് ഓഫീസിൽ നിന്നും ജില്ലാ പോലീസ് മേധാവിയായിരിക്കെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും മരം മുറിച്ച് കടത്തിയ കേസിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ കുറ്റാരോപിതനായി ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് മാറിയത്. അതിൽ തൊട്ടടുത്ത അയൽവാസി അടക്കം സമീപിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കാനടക്കം സുജിത് ദാസ് ശ്രമിച്ചിരുന്നു എന്നുള്ള തെളിവുകൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, ഈ അവധിയിൽ പോയ 3 ദിവസവും
ആരോപണങ്ങൾ ഉണ്ടായതിന് പിന്നാലെ അവധിൽ പോയ 3 ദിവസം സുജിത് ദാസ് തെളിവുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും PV അൻവർ MLA ആരോപിച്ചിരുന്നു. ഇതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ സുജിത് ദാസ് അഥവാ തെളിവുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം കൂടി നിലനിൽക്കുമ്പോഴാണ് കുറ്റാരോപിതനായ സുജിത് ദാസിനെതിരെ ഒടുവിൽ സർക്കാർ നിയമ നടപടി ഇല്ലെങ്കിൽ ഒരു പ്രാഥമിക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് മരമുറി അടക്കം അതൊരു മോഷ്ട കുറ്റമായി മാറുന്നു എന്നുള്ളതാണ്. ഒരു ജില്ലയുടെ പോലീസ് മേധാവിയായ ജില്ലാ പോലീസ് മേധാവിയായ സുജിത് ദാസ് തന്നെ സ്വന്തം ക്യാമ്പിൽ നിന്നും സർക്കാരിന്റെ മരം അത് അനധികൃതമായി മുറിച്ചു കടത്തിയതിലൂടെ ഒരു മോഷ്ട കുറ്റമാണ്, ഒരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അതിന് നടപടിക്രമങ്ങൾ കൂടി വരുന്നതോടെ കൂടുതൽ പ്രതിക്കൂട്ടിലാകുമെന്നുള്ള ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഇപ്പോൾ സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവും. മാത്രമല്ല പാർട്ടി സമ്മേളനങ്ങൾ, ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ ആരംഭിക്കുമ്പോൾ പോലും സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയരുന്നു. ഭരണകക്ഷി MLA ഉയർത്തിവിട്ട ആ ശബ്ദത്തിന് പാർട്ടിയിലടക്കം കൂടുതൽ പിന്തുണ ലഭിക്കുന്നു. കൂടുതൽ MLA മാരും CPM അടക്കം PV അൻവറിന് പരസ്യമായും രഹസ്യമായും പിന്തുണ രംഗത്തെത്തുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇനിയൊരു നടപടിയില്ല എങ്കിൽ അത് സർക്കാരിന്റെ മുഖം കടലിന് കൂടി കാരണമാകുമെന്നുള്ള വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സുജിത് ദാസിനെതിരെയുള്ള നടപടി നമുക്ക് വേണം, അങ്ങനെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഇന്ന് എടവണ്ണയിൽ ആത്മഹത്യ ചെയ്ത ASI ശ്രീകുമാറിന്റെ മരണത്തിൽ കൂടി ഉത്തരവിനെ നമ്മൾ കാത്തിരിക്കുകയാണ്. അഷ്കർ, ആ ഉത്തരവ് വരട്ടെ, എന്തിലാണ് നടപടി എന്ന് നമുക്ക് അറിയണമല്ലോ. അഷ്കറും ഉമേഷ് ബാലകൃഷ്ണനുമാണ് വിവരങ്ങൾ നൽകിയത്. ഞാൻ അത്